Next question. Then how these aquatic underwater plants help? These plants clean the water by removing carbon dioxide breathed out by aquatic animals like fish and turtles. Okay. എഴുതി പഠിക്കുക, സ്പെല്ലിംഗ് പഠിക്കണം. പിന്നെ use of grass family. What are the main use of grass family? What are the main use of grass family? Then ഹസന ഷറിന് എഴുതി കഴിഞ്ഞോ? ബെനീറ്റ ബിജു ശരിക്കിരുന്ന മോളെ. Next question, plants of grass family. Yeah, cereals plants like wheat, rice, jowar, bajra, oats provide food for human and fodder for animals. Bamboo plants, we can make chair, mats, curtain, toys and huts. Paper was first made by the people of Egypt. The name of the plant is papyrus. Okay. Then unusual plants main ആയിട്ട് വരുന്നത് insectivorous plants. Insectivorous plants. നിഹാരയ്ക്ക് കേൾക്കാൻ പറ്റുന്ന എന്തോ പ്രശ്നം ഉണ്ടാ നിഹാര? ഓക്കെ. insectivorous plants എക്സാമ്പിൾ ആണ് വീനസ് ഫ്ലൈ ട്രാപ്പ് ആൻഡ് സൺഡ്യൂ പിക്ചർ പ്ലാന്റ്. സ്റ്റഡി ദ സ്പെല്ലിംഗ് ഓൾസോ. Next is rainforests. Rainforests are hot and wet forests that are found mostly near equator. കണ്ടോ, ഇക്വേറ്ററിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് ആണ് റെയിൻ ഫോറസ്റ്റ്. എപ്പോഴും മഴയായിരിക്കും, എപ്പോഴും ഇരുട്ട് നിറഞ്ഞ ഒരു പ്രതീതി ആയിരിക്കും അവിടെ. ബിക്കോസ് പിന്നെ തിക്ക് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആണ് അവിടെ ഉള്ളത്. റെയിൻ ഓൾമോസ്റ്റ് ഓൾ ടൈം ദർ ഇസ് റെയിൻ. മോസ്റ്റ് ഓഫ് റെയിൻസ് ഫോറസ്റ്റ് എക്സിസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. എവിടെയൊക്കെയാണ് നമുക്ക് റെയിൻ ഫോറസ്റ്റിനെ കാണാൻ പറ്റുന്നത്? ബെനീറ്റ എവിടെയൊക്കെയാണ് നമുക്ക് റെയിൻ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നത്? മോസ്റ്റ് ഓഫ് റെയിൻ ഫോറസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദ പാർട്ട് ഓഫ് ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, സ്പെല്ലിംഗ് പഠിക്കണേ. ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ. In rainforests, there are both tall and short trees with a lot of climbers around. The ground is covered with leaves, ferns, and fungi. The thick growth of leaves has an umbrella-like shapes. This creates dark area underneath. A wide variety of animals are found there. In rainforests, there are both tall and short trees. In rainforests, there are both tall and short trees with a lot of climbers around. This ground is covered with leaves, ferns, and fungi. The thick growth of leaves has an umbrella-like shape. മക്കളെ ഒന്നും കൂടെ മാർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ. ഒരു ഡൗട്ട്, ഒന്നുകൂടെ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തേ. ജിസൽ, നിഹാര, സൽന, ഓക്കെ, ഒന്നുകൂടെ മാർക്ക് ചെയ്തേ മക്കളെ.
Okay. In rainforests, there are both tall and short trees with a lot of climbers around. The ground is covered with leaves, ferns, and fungi. The thick growth of leaves has an umbrella-like shape. Okay? This creates dark area underneath. A wide variety of animals are found there. കണ്ടോ, ഇക്വേറ്ററിലുള്ള എപ്പോഴും അതേസമയവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ തിക്കായിരിക്കും. അവിടെ മരങ്ങളെല്ലാം ചേർന്ന് ഒരു വലിയ കുട പോലെ, ഒരു വലിയ കുട നിവർത്തി വെച്ച പോലെ എപ്പോഴും തിക്കായിരിക്കും അവിടെ. അപ്പൊ അടിയിലേക്ക് സൂര്യപ്രകാശം കടന്നു വരാൻ വളരെ ഇരുണ്ട ഒരു പ്രതീതിയായിരിക്കും അടിവശത്ത് കാണുന്നത്. കാരണം അവർ ഒരിക്കലും ഇല കൊഴിക്കില്ല. നമ്മൾ പഠിച്ചില്ല, ചിലത് പിന്നെ വിന്റർ സീസണിലാകുമ്പോഴത്തേക്ക് ഇല കൊഴിക്കുന്ന മരങ്ങളുണ്ട്, ചിലത് വിന്റർ സീസണിനകത്ത് ഇല കൊഴിക്കില്ല. കണ്ടോ, പിന്നെ ഹോട്ട് ആൻഡ് ഡാംപ് ഏരിയാസില് പിന്നെ അവര് ഇല കൊഴിക്കില്ല. പക്ഷേ ഇതുണ്ടോ, ഈ പ്ലെയിൻസിന് അവർ ഇല കൊഴിക്കും. നമ്മുടെ ഇവിടെയൊക്കെ കുറെ കാണത്തില്ല, ചെടികൾ കാണുന്നില്ലേ, വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് വിന്റർ സീസൺ ആകുമ്പോഴത്തേക്ക് ഇല കൊഴിച്ച് കാണുന്നേ. പക്ഷെ ഈ പിന്നെ റെയിൻ ഫോറസ്റ്റ് ഉള്ള സ്ഥലത്ത് ഒരിക്കലും അവർ ഇല കൊഴിക്കുന്നില്ല. കാരണം